Let's change the world. Come with me. Let's rock. I'm here to entertain you all. Let's travel together. Share love. Let's eat together. Share love. Let's pilgrimage together. Share love. Let's review. Share love. Come Dublin, mile the world. Come and explore. Come Dublin, mile the world. We're all in one heart. Come Dublin, mile the world. Come and explore. Come Dublin, mile the world. Share love. Share love. Hands up high and walk with me. New roads, new smiles, same old family. From plate to prayer, from song to song, we move as one all day long. Let's eat together. Share love. Let's pilgrimage together. Share love. Let's review. Share love. Come Dublin, mile the world. Come and explore. Come Dublin, mile the world. We're all in one heart. Come Dublin, mile the world. Come and explore. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് ഒരു ചെറിയൊരു കുക്കിംഗ് ആണ് കേട്ടോ. ഇന്നൊരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുക്കിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് നമ്മൾ സ്നാക്കി ആയിട്ടുള്ള ഐറ്റം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐ വുഡ് സേ ലൈക്ക് ഒരു ലഞ്ച് ഐറ്റം ഒക്കെയാണെന്ന് പറയാം. സോ അതിന് വേണ്ടിയിട്ട് സാധനം മേടിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പോയി മേടിച്ചു വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള കുക്കിംഗ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി കുക്കിങ്ങിന് റെഡിയാണ് കേട്ടോ. നമ്മുടെ സാധനമൊക്കെ നമ്മൾ മേടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങാനായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു ഡിഷ് മെയിനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മിൻസ് മീറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ മിൻസ് മീറ്റും മേടിച്ചിട്ടുണ്ട്, ടെസ്കോയിൽ മേടിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അടിപൊളി നമ്മുടെ പെപ്പേഴ്സും മേടിച്ചിട്ടുണ്ട്. റെഡും ഉണ്ട്, യെല്ലോയും ഉണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നത്തെ കുക്കിങ്ങിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുക്കിംഗ് ആണ്. ഡെഫിനറ്റ്ലി ഗോൺ എൻജോയ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ടാബ്ലിംഗ് മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക എന്നും പറയുന്ന പോലെ. ഓക്കെ, ലെറ്റ്സ് ഗോ. കുക്കിംഗ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ആക്ച്വലി നമുക്ക് കുറച്ച് സവോളയും അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി തക്കാളിക്കും എന്താ പറയുക ക്യാബേജൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ തുടങ്ങാം കേട്ടോ. ഈ ഒരു ഡിഷ് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡിഷാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവില്ല. കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആണ്. ബട്ട് എങ്കിൽ കൂടിയും എല്ലാവരും കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയല്ല ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സാറിലൊക്കെ നരിഞ്ഞ് കൂട്ടി നമുക്ക് എല്ലാ കാര്യവും ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അതിനകത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആക്ച്വലി 2 സവോള നമുക്ക് ഒന്ന് തൊണ്ട് പൊളിച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് 2 സവോള, ഒത്തിരി സവോള വേണ്ട ആക്ച്വലി. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാബേജ് ഒരു കുറച്ച് വേണം. അത് ഒരു ഹാഫ് ക്യാബേജിൻ്റെ ഹാഫില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ നല്ലൊരു ഒരുമാതിരി വലുപ്പമുള്ളൊരു പീസ് എടുത്തൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടാണെങ്കിലും അരിയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 ഇടത്തളം വെളുത്തുള്ളി, ഞാനിപ്പോൾ വലിയ സൈസ് വെളുത്തുള്ളി മേടിച്ചാണ്. അപ്പോൾ നമുക്ക് 2 വലിയ പീസ് മതി. ആക്ച്വലി ഒരുപാട് അങ്ങോട്ട് ഫ്ലേവർ ആവണ്ട. ബട്ട് എങ്കിൽ കൂടിയും ഒരുമാതിരി നന്നായിട്ട് രുചി കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 വെളുത്തുള്ളിയും കൂടെ നമുക്ക് എടുക്കാം. ഇച്ചിരി ഒത്തിരി വലിപ്പമുള്ളത് ടൈപ്പല്ല. ഒത്തിരി വലിപ്പമുള്ളതാണെങ്കിൽ കുറവ് മതി. ഇപ്പം ഒരു കുഞ്ഞ് ഇടത്തരം ഇതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 3-4 എടുക്കാം, നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എടുക്കാം. ഇപ്പം വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി ഇവിടുത്തെ ഇഞ്ചി കിട്ടണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇഞ്ചി കിട്ടുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ ഇഞ്ചി നമുക്ക് വൃക്ഷമായിട്ട് കഴിക്കാവുന്നതുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെ സുഭിക്ഷമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ സുഭിക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ് കാര്യമാണ്.
അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 സവോള എടുത്തിട്ടുണ്ട്. ഒരുമാതിരി വലിയ സവോളയാണ് ആക്ച്വലി. സോ 2 സവോളയും അതുപോലെ തന്നെ 3 അല്ലി നന്നായിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇതും കൂടെ നമുക്കൊന്ന്, ഞാൻ ആക്ച്വലി നമ്മുടെ കട്ടർ വെച്ചിട്ട് നമ്മുടെ സ്ലൈസ് ചെയ്തെടുക്കുന്ന സ്ലൈസർ ഉണ്ടല്ലോ, ആ സ്ലൈസർ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കൊന്ന് സെറ്റപ്പാക്കി എടുക്കാം. നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സവോളയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഈ സ്ലൈസറിനുള്ളിലിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ ഈസിയാണ്. നമുക്ക് എന്താ പറയുക, യൂഷ്വലായിട്ട് നമ്മൾ സവോള കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെളുത്തുള്ളി കട്ട് ചെയ്യുമ്പോഴുള്ള കണ്ണിന് അസ്വസ്ഥത വരുമല്ലോ, അതൊന്നുമില്ല കേട്ടോ. അതാണ് നമുക്ക് എളുപ്പമുണ്ട്. ജസ്റ്റ് 2 വലിയ എടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല കുഞ്ഞായിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. എല്ലാം അത്യാവശ്യം എല്ലാം അരിഞ്ഞെടുക്കാം. ഇനി ഇത് ലാസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇച്ചിരി പച്ചമുളക് കൂടെ നമുക്കിട്ട് സ്ലൈസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ച പച്ചമുളക് ഒരു 70, ഞാൻ പറയുന്നത് മീറ്റിൻ്റെ ഐറ്റൊക്കെ നമ്മൾ എപ്പോഴും ചെരുവ് കൂട്ടിയാണല്ലോ നമ്മളിപ്പോഴും ഉണ്ടാക്കാറ്. അപ്പം നമ്മൾ ചെരുവ് കൂട്ടി ഉണ്ടാക്കാം. ഒരു കുറേ മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവിക്കല്ല, ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ ഉണ്ടാക്കിയെടുക്കാം. സവോള എങ്ങനെ കഴിഞ്ഞാൽ മയില് ഭയങ്കരമായിട്ട് കണ്ണരിയും. പ്രത്യേകിച്ച് ഈ റെഡ് സവോള ആകുമ്പം ഭയങ്കരമായിട്ട് കണ്ണരിയും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഗ്രേവിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇടാവുന്ന നമുക്ക് ആ ഒരു എന്താ പറയുക ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ദിവസം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഫില്ലിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാബേജ് നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. ക്യാബേജ് ഞാൻ ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു എന്താ പറയുക ഐസ് പോലെയല്ല, കട്ടായിരിക്കും. അത് കുഴപ്പമില്ല, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു പീസായിട്ട് നമുക്ക് ഈ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, വലുപ്പത്തിലോ. കാരണം അത് എണ്ണയിലിട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പം ചുണ്ടി വരുമല്ലോ. പിന്നെ അത് പ്രശ്നമുള്ള കാര്യമില്ല. ഏത് രീതിയിലും കട്ട് ചെയ്യാം. ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് വലുപ്പത്തിൽ കട്ട് ചെയ്യണ്ട. ഏകദേശം ഒരു മീഡിയം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താ പറയുക എടുത്തുണ്ടാക്കാവുന്ന കാര്യങ്ങളും. അപ്പം അത് നമ്മുടെ ഇഷ്ടമാണ്. ഫില്ലിങ് ഉണ്ടാക്കി വയ്ക്കുക നേരത്തെ തന്നെ. ഇനി അതല്ല അന്നാലും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഈ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടെടുത്താൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. വേഗം കട്ട് ചെയ്യാം. ഒരെണ്ണം പൊടിഞ്ഞൊന്നും പോകത്തില്ല, എളുപ്പമുണ്ട്.
നമ്മൾ സവോളയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും മുളകും എല്ലാം ഇട്ട് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അരകെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ ഫിൽ. അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് കടുകെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റപ്പായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ സവോളയും എല്ലാം വെച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇച്ചിരി പാഴ്സൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇത് കുറച്ചൊരു എന്താ പറയുക വെസ്റ്റേൺ പോലുള്ള ഇതായതുകൊണ്ട് നമ്മൾ അത്ര കറിവേപ്പിലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ ഒത്തിരി നമ്മളങ്ങനെ ഇന്ത്യൻ വൽക്കരിക്കുന്നില്ല. അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്നത്. പിന്നെ അത്യാവശ്യം കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജ് നന്നായിട്ട് വെള്ളമുണ്ട്, കാരണം ഫ്രിഡ്ജിൽ വെച്ച കാരണമായതുകൊണ്ട് ആ വെള്ളം നന്നായിട്ട് പിടിപ്പിക്കുന്നില്ല. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം. ഈ സ്ഥലത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവനൊന്ന് ചൂടാക്കി ഇടാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഉറക്കിടന്ന് നന്നായിട്ട് ചൂടായിക്കോളും. അപ്പോൾ നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ സാധനം കുക്ക് ചെയ്യാറാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിക്കോളും. അപ്പം ഇതവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മിൻസ്ഡ് മീറ്റ് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ഞാൻ ആക്ച്വലി ഐറിഷ് മിൻസ്ഡ് ബീഫാണ് മേടിച്ചിരുന്നത്. ഒരു കിലോ വെള്ളമാണ് ആക്ച്വലി. അപ്പോൾ നമുക്കതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു 3-4 രീതിയിലങ്ങ് കണ്ടിച്ചാണ്. കാരണം ഒത്തിരി വലുപ്പത്തിൽ കിടക്കുമ്പോൾ അത് ന്യൂഡിൽസ് പോലെ നീണ്ടു കിടക്കും. ഇതാകുമ്പം കുറച്ചൊന്ന് അടിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിന്നായിട്ട് അല്ലെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തേക്കുള്ള മസാലകൾ അല്ലെങ്കിൽ നിങ്ങളിടുന്ന പൗഡറെല്ലാം ഇടാൻ വേണ്ടി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെപ്പർ നമുക്കൊന്ന് സീഡ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ സീഡൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മളൊന്ന് അതിൻ്റെ ഷേപ്പിനാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ഇത് ചെയ്യുമ്പം പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാത്ത രീതിയിൽ അത്യാവശ്യം സൂക്ഷിച്ച് വേണം നമ്മളിതിൻ്റെ ഈ സാധനം എടുത്ത് കളയാൻ, ഇവിടുത്തെ തുരന്നെടുക്കാൻ. പോയിൻ്റ് ആയിട്ടുള്ള കത്തി ഉണ്ടെങ്കിലായിരിക്കും നല്ലതാകുമ്പോൾ നമുക്ക് ഇത് തുരന്നെടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇച്ചിരി പാടുള്ള പരിപാടിയാണ് ആക്ച്വലി, എളുപ്പമല്ല.
ഇല്ല. അപ്പം ഇതുപോലെ വേണം തുറന്നെടുക്കാൻ വേണ്ടി. ഉള്ളിൽ കണ്ടോ നല്ല ഇതായിട്ട് വരണം. ഇതുപോലെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാം. അപ്പം ചുമപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കൂടി ശരിയാക്കാം, എല്ലാവരും കൂടി ശരിയാക്കാം. നമ്മൾ രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ലേ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ യെല്ലോയും റെഡിയായി, റെഡും റെഡി ആയിട്ടുണ്ട്. അപ്പം അന്നത്തേക്ക് നമ്മുടെ ക്യാബേജ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി നമ്മുടെ മിൻസ് മീറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരേ പോർഷനായിട്ട് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇതിനകത്ത് കിടന്ന് വെന്ത് വരണം. ഇന്ന് മൂടിയായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. കാരണം ഏകദേശം എൻ്റെ അടുക്കുവാണല്ലോ, അതനുസരിച്ചുള്ള കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ കാണാനുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴയ്ക്കുള്ള ഒരു ആരംഭമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ നല്ലൊരു അന്തരീക്ഷമല്ല, ബട്ട് എങ്കിൽ കൂടി ഒത്തിരി കോൾഡായിട്ടുള്ള ഇതല്ല, എന്നാലും ഒരു മൂടി ഡേ. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ അത്യാവശ്യം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് നമ്മുടെ മിൻസ്ഡ് മീറ്റ്. ഇപ്പം അന്നേരത്തേക്ക് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 3 പൊടികളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അകത്ത്. മെയിനായിട്ടും നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ്. അപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ചില്ലിയുടെ, ഒത്തിരി ചില്ലി വേണ്ട, ചെറുതായിട്ട് ബീറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇച്ചിരി എരിവെള്ളം നല്ലതാണ്. അപ്പോൾ അത് ചില്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നല്ല കളറായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഒരു ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്ലേവറിന് കുറച്ച് വേണ്ടിയിട്ടാണ്, ഒത്തിരി ഇന്ത്യൻ ഫ്ലേവർ അല്ലെങ്കിൽ കൂടി ചെറുതായിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ട് വേവിക്കാം. നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇപ്പം. ഒരല്പം വേണമെന്നുണ്ടെങ്കിൽ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം അങ്ങോട്ട്, ഒരു ഇച്ചിരി, ഒത്തിരി അല്ല, ഒരു അല്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ സെൽഫ് റൈസിങ് ഫ്ലവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ ഇച്ചിരി ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കട്ടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. കാരണം നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണ്ടേ, ഹോൾഡ് ചെയ്ത് പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു തിക്കായിട്ടിരിക്കുന്ന സാധനം. ഇതിലൂടെ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് നമ്മുടെ ഫില്ലിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോറ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. കാരണം അതൊന്ന് ഇരിക്കണമല്ലോ, ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഇതൊന്നും ഇരിക്കത്തില്ല, ഈ ഫോയിൽ വെച്ചിട്ടും ചെയ്യാം. ഇത് കറക്റ്റായിട്ട് ഇരിക്കും. ഇതുപോലെ നമുക്ക് ഇനി ഒന്ന് ഫോയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. അത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടോ, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അത് സിറ്റ് ചെയ്ത് അവിടെ ഇരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. മോസറല്ല ആണ്, അതൊന്ന് ഇട്ട് കൊടുക്കാനത്തേക്ക്.
ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇത്രയും സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പം അടിയിലൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്പൂണും കൊണ്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണെമ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തു. ഏകദേശം ഇത്രയും ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം നമുക്ക് ഇനി ബാലൻസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. നല്ല ഫില്ലി ആവാൻ പാകത്തിന് നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ യെല്ലോയും കൂടെ അങ്ങനെ ആക്കിയെടുക്കാം. ആദ്യം നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് ആക്കിയെടുക്കാം. ശരിക്കും നല്ല വലിയ പെപ്പേഴ്സ് ആയതുകൊണ്ട് നല്ല അടിപൊളി നന്നായിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് അതിനകത്തേക്ക് ഇറങ്ങി തരും കേട്ടോ. നല്ല വലിയതാണിത്. ഇനി നമുക്ക് നമ്മുടെ വീണ്ടും ചീസ് അത്യാവശ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും നമ്മുടെ സെറ്റപ്പ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ ഇത് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ട്രേ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇത് ഇരിക്കുന്നതിന് ഇങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ആക്ച്വലി വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളും. ബട്ട് അത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി ഓയിൽ വെച്ചൊന്ന് കൊടുത്താൽ ഇരിക്കത്തില്ല. കണ്ടോ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരുന്നു. കാരണം ഫോയിൽ വെച്ചേക്കണോണ്ട് നമുക്കിങ്ങനെ ഫോയിൽ വെച്ച് ശരിയാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഉള്ളിലേക്ക് വെക്കാനുള്ള സമയം ഞാൻ പ്രീ ഹീറ്റഡ് വെച്ചേക്കാണ് ഓൾറെഡി നമ്മുടെ ഓവൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോടെ നന്നായിട്ട് കുക്കാവണം. എന്നാലാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ നന്നായിട്ടൊന്ന് വേവട്ടെ. ഇതിനകത്തേക്ക് നമുക്ക് അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങിയിട്ട് ഒരു ഇച്ചിരിയും കൂടെ താണു പോകും. അപ്പോൾ ആ താണു പോയ ഭാഗം നമ്മൾ ഇച്ചിരി കൂടെ ഫില്ലിങ് ഇട്ടിട്ട് റെഡിയാക്കുവാണ് കേട്ടോ. ഫുള്ള് ഫില്ലാക്കി എടുക്കാം. അത്യാവശ്യം താഴെ പോയ ഭാഗങ്ങൾ വീണ്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആകുമ്പോൾ എൻ്റെ മേളിലേക്ക് കുറച്ച് നമുക്ക് ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡാണ്. ഫില്ലിങ് എല്ലാം വെച്ചതിന് ശേഷം റീഫില്ല് ചെയ്തു. വീണ്ടും റീഫില്ല് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ മേളിലേക്ക് കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഇത് ഓവനിലേക്ക് വെച്ചിട്ട് അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഇവിടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന കറക്റ്റ് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുമാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോയി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡബ്ല്യു മല്ലു ജസ്റ്റിൻ ലൂയിസ് സൈനിങ് ഓഫ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.